ദേശാഭിമാനി ഈ മുടിഞ്ഞ നാറിയ പത്രം എഴുതി വച്ചിരിക്കുകയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നിർബന്ധിത പിരിവ് നടത്തി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കിയത്. തീയേട് പറഞ്ഞുണ്ടാക്കരുത് പ്രിയപ്പെട്ട ദേശ അപമാനി. നല്ലൊരു കാര്യം മുസ്ലിം ചെയ്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. അതിനകത്ത് വലിയൊരു പ്രത്യേകത, ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അല്ലേ? എല്ലാ പാർട്ടിക്കാരും എല്ലാം മതസ്ഥരും ഉണ്ട്. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മുട്ടിൽ എവിടെയാണിത്? വെള്ളിത്തോട്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇവിടെ ഒരു മനോഹരമായ 51 വീടുണ്ട്. 51 വീട് എന്ന് പറയുമ്പോൾ ഇത് ആര് വെച്ചു കൊടുത്തു? മുസ്ലിം ലീഗ് വെച്ചു കൊടുത്തതാണ്. ആർക്കാണ്? അത് മുണ്ടക്കൈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലുള്ളവർക്ക് പൊട്ടലില്ലാത്ത വിള്ളലില്ലാത്ത 51 വീടിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങൾ വെച്ചുകൊടുത്ത വീടാണ് അല്ലെ, മുസ്ലിം ലീഗ് വെച്ചുകൊടുത്ത വീടാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സത്യാവസ്ഥ കൊടുംഭീകരമാണല്ലേ? തീർച്ചയായിട്ടും. ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്? രാജൻ ചേട്ടനുണ്ട്, ചന്ദ്രൻ ചേട്ടനുണ്ട്, തങ്കരാജനുണ്ട്, പിന്നെ സരസ്വതി ചേച്ചിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ജാതി മതഭേദമന്യേ ഇവിടെ നടക്കുന്ന പല പാർട്ടിക്കാരും ഉണ്ട്. അതെ, ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ ഈ പല വീടുകളിലും പൊട്ടലുണ്ട്, വിള്ളലെന്നൊക്കെ പറയുന്നത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷേ ഇവിടെ ഈ വെച്ചിരിക്കുന്ന സ്ഥലത്തെ 51 വീടുകൾക്ക് പൊട്ടലില്ല. ഇവർ അടുത്ത ദിവസം ഇവിടെ കയറി താമസിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് പലരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വരുന്ന പോലെയൊക്കെ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആണോ? എന്താ ഇത് കണ്ടിട്ട് എന്ത് തോന്നി? ഇവിടെ വീട് കൊടുക്കുക മാത്രമല്ല, ഇത് ഫർണിച്ചർ വരെ കൊടുത്തു. ഇവിടുത്തെ ചേട്ടന്റെ പേരനാ ഇതാണ് ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ വന്നേ. ചന്ദ്രേട്ടൻ മടുത്ത് നിൽക്കുകയാണ്. ചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് ഓരോ ദിവസവും ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക അല്ലേ? അതാണ് സന്തോഷം. ഞാൻ പറയായിരുന്നു, ഇവിടെ മുസ്ലിം ലീഗ് വെച്ചു കൊടുത്തിരിക്കുന്ന ഈ 51 ഇനിയും വീടുകൾ വരാനുണ്ട്. ആ വീടുകളിലെല്ലാം എല്ലാ മതസ്ഥരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. പല ആളുകളും പല വിധത്തിൽ വിഷമിച്ച് നമ്മുടെ മിക്ക വീടുകളിൽ നിന്നും ഒരാളെങ്കിലും പോയിട്ടുണ്ട്, ദുരന്തത്തിൽ പോയിട്ടുണ്ട്. നമുക്ക് വീടൊന്ന് കാണാം അല്ലേ? പലരും പറയുന്നു ഈ മുസ്ലിം ലീഗ് വെച്ചു കൊടുത്ത വീടുകൾ പൊട്ടലുണ്ടെന്ന്. കണ്ടാലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കാരണം ഇതാണ് ആ വീടിന്റെ എൻട്രി. ഈ ഫർണിച്ചർ അടക്കമാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നീ മുകളിലോട്ട് കാണാം, വിള്ളലോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇതുണ്ടോ, ഫർണിച്ചർ അടക്കമാണ് ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, എത്ര മുറിയാ? 3 ബെഡ്റൂമും കിച്ചണ്, വർക്ക് ഏരിയ, വാഷ്റൂം, ഇത് അടുത്ത റൂമിൽ അലമാര, കട്ടില്, അവിടെ അത് ബാത്റൂം ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പ്രിയപ്പെട്ടവരെ, അത് അടുത്ത റൂം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നാടിന്റെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ, ഇവരൊക്കെ അങ്ങനെ വന്നവരാന്ന് തോന്നുന്നു അല്ലേ, കാണാൻ വേണ്ടി വന്നേ. നിങ്ങൾക്ക് ഈ ടൂർ പോയപ്പോ ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്ന കാര്യം നല്ലൊരു കാര്യം മുസ്ലിം ചെയ്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. അതിനകത്ത് വലിയൊരു പ്രത്യേകത, ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അല്ലേ? എല്ലാ പാർട്ടിക്കാരും എല്ലാം മതസ്ഥരും ഉണ്ട്. അത് വലിയൊരു ചെറിയ കാര്യമല്ല. കാരണം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല, ഞാനോട് യാതൊരു ബന്ധമില്ല. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണ്ടേ? ഞങ്ങൾ രണ്ടും കണ്ടു. സർക്കാരിന്റെ ടൗൺഷിപ്പും കണ്ടു, മുസ്ലിം രണ്ടും കണ്ടു. സത്യത്തിൽ ഇതിനകത്ത് വെള്ളമുണ്ടോ? ഉള്ളതോ? ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങോട്ട് ഞാൻ പോകുന്നത് എന്നോട് ഭയങ്കര സ്നേഹം CPM-കാർക്ക്. വിള്ളലിലോട്ട് തീരില്ല. ഞങ്ങൾ കണ്ടു. അതിന് വർക്കുകളൊന്നും ആയിട്ടില്ല. അയ്യപ്പെടുന്നോ? ചന്ദ്രേട്ടന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചന്ദ്രേട്ടന്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് കാണിച്ചേ. ചന്ദ്രന്റെ വീട്ടിൽ ഓരോ ദിവസവും എത്രയോ ആളുകളാണ്. പുള്ളി ആളുകളെ വിളിച്ചു കയറ്റുക അകത്തോട്ട്. അത് വിരുന്ന് വരിക എന്ന് പറയുന്ന വലിയൊരു കാര്യം. കാരണം അതിനേക്കാളും ഒരു അടുത്ത ദിവസം ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഇവര് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? കയറി താമസം എന്താ പറയുന്നത്? കുടിയിരിക്കല, ഹൗസ് വാമിംഗ് നടത്താൻ പോവാ. ഇവര് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവര് ഹൗസ് വാമിംഗ് ഓരോ വീട്ടുകാരായിട്ടല്ല നടന്നത്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്നാണ് നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഇവരെന്നാ ചെയ്തെന്ന് അറിയാം? ഇവരെല്ലാം കൂടെ ഈ 51 പേരൂടെ കൂടി ഒരു വീട്ടിൽ നിന്ന് 12,000 രൂപ വെച്ച് പിരിച്ചിട്ട് വലിയൊരു ആഘോഷമായിട്ട് ഇവർ ചെയ്യാൻ പോവാ. അതിന്റെ അടുത്ത് വേറൊരു പത്രം ഉണ്ടല്ലോ, ദേശാഭിമാനി. ഈ മുടിഞ്ഞ നാറിയ പത്രം എഴുതി വച്ചിരിക്കുകയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നിർബന്ധിത പിരിവ് നടത്തി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കിയത്. എന്തൊരു നാറിത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവരെല്ലാം നിങ്ങളുടെ അറിവോടുകൂടി നിങ്ങൾ പിരിക്കുന്ന പൈസയല്ലേ അത്? 51 കുടുംബവും ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിന്ന് എല്ലാവരും ഓക്കെയാണ്. 12,000 രൂപ തന്നെ ദേശാഭിമാനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് നമ്മുടെ ഈ വീട് തന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്. ആ പാർട്ടി നേതാക്കന്മാരെയും അതുപോലെ ഞങ്ങളെ സഹായിച്ച സന്നദ്ധ സംഘടന ആളുകളെയും പല
ആളുകൾ നമ്മൾ അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അവർക്ക് ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നേതാക്കന്മാര് പാർട്ടിക്കാർ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുക ഈ പരിപാടിയിലോട്ട്. അങ്ങനെ ക്ഷണിച്ച ഒരു പരിപാടിയാണ് ഇന്നലെ തൊറ്റ ദിവസം കൊണ്ട് അവർ കൊളാക്കിയത്. ഏത് ഈ മുടിഞ്ഞു കൂത്തി ഇരുന്ന് കാണാന്ന് പറഞ്ഞ പോലെ ഈ നാറിയ പത്രം, നിങ്ങൾ പാർട്ടി പത്രമൊക്കെ ഓക്കെ, പക്ഷെ ഇത് നല്ല കാര്യമല്ലേ? ഇവിടെ ഈ 51 വീടുകളിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, എല്ലാ തരത്തിലും, അതുപോലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ഉണ്ട്. നിങ്ങൾ ആ സമയത്ത് ഈ മതവും കുത്തിത്തിരിക്കൊണ്ട് ഈ നാറിയ പരിപാടി കാണിക്കല്ലേ ദേശാഭിമാനി. ഏതായാലും ഞാൻ പറയുകയാണ്, മുസ്ലിം ലീഗ് ചെയ്ത ഈ നല്ല പ്രവൃത്തി, ഈ 51 വീടുകളിൽ വിള്ളലില്ല. അതുപോലെ തന്നെ ഇവിടെ 51 വീടുകളിലും ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്, അലമാര കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വൃത്തിയായി പിരിച്ച ഈ പൈസ ഇവിടെ ഇവർ വിനിയോഗിച്ചിരിക്കുക തന്നെയാണ്. അവിടെ മുകളിൽ ടാങ്ക് പണിയുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഓരോ ദിവസവും ഈ കാരുണ്യം കാണാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഓരോ വീടുകളും കയറി കാണുന്നുണ്ട്. കാരണം പാർട്ടി ഏതുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അത് CPM നല്ലത്, CPM നല്ലതാണെന്ന് ചെയ്തത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാലാക്കാരൻ. അതുകൊണ്ട് വൃത്തികേട് പറഞ്ഞുണ്ടാക്കരുത് പ്രിയപ്പെട്ട ദേശ അപമാനി. അതുകൊണ്ട് പറയുകയാണ്, ഈ നന്മയെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത് കൂട്ടി തെണ്ടിത്തരം വിളമ്പരുത്. 12,000 രൂപ വെച്ച് ഓരോ വീട്ടുകാരും പിരിച്ചാണ് ഇവിടെ ഈ പറയുന്ന ഹൗസ് വാമിംഗ് നടത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ വരാം. ഇവർ ഇരുകൈയും നോക്കി നീട്ടി നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വെൽക്കമാണ് ഇവിടെ. ഇവരുടെ സന്തോഷത്തിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്. പല വീടുകളിൽ നിന്നും അംഗങ്ങളെ അല്ലേ, നമ്മുടെ സ്വന്തം അനിയത്തിമാരെ അല്ലേ, അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് കരകയറി വന്നവരാണ് ഇവരെ തോപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. മോശമാണ്. ഏത് ദേശാഭിമാനി ചെയ്താലും ആരിതാലും തന്തയില്ലാത്തരം കാണിക്കരുത്. നന്ദി, സ്നേഹം. ട്രൂ TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സുരജ് പാലാക്കാരൻ.